6 ആളുകൾ ഒരു യാത്ര പോവാണ്. അവരിങ്ങനെ വനത്തിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവര് 6 പേരടങ്ങിയ ഒരു സംഘമാണ്. അവർക്ക് വനത്തിന്റെ ഉള്ളിൽ നിന്നും അതിയായ വിശപ്പ് അനുഭവപ്പെടുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട് വരുന്നു. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു, അതാ ഒരു മരം, നമുക്ക് ആ മരത്തിന്റെ അടുത്ത് പോവാം. അവിടെ പോയിട്ട് അതിൽ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ആ മരത്തെ അങ്ങ് മുറിച്ചു കളയാം, എന്നൊരു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മരത്തിനെ മുഴുവനായിട്ട് മുറിക്കണ്ട, അതിന്റെ വലിയ ഒരു ബ്രാഞ്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ മുറിച്ചെടുക്കാം എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എന്തിനാണ് ഒരു ബ്രാഞ്ച്, വലിയൊരു ബ്രാഞ്ച് എന്തിനാണ്, നമുക്കതിന്റെ ചെറിയ ഒരു കൊമ്പ് പൊട്ടിച്ചാൽ പോരെ, മുറിച്ചാൽ പോരെ എന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു. അപ്പൊ നാലാമത്തെ ആൾ പറഞ്ഞു, എന്തിനാണ് മനുഷ്യന്മാരെ ഈ ചെറിയ ബ്രാഞ്ച് പൊട്ടിക്കുന്ന ആവശ്യം എന്താണ്, അതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം ഒരുപാട് ഫ്രൂട്ട്സ് വേസ്റ്റ് ആയി പോകും. മനസ്സിലായോ? നമ്മൾ 6 ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ആവശ്യമായ 6 മാത്രം എടുക്കാം. അതായത് അതിന്റെ മുകളിൽ കയറിയിട്ട് ആവശ്യമായ കൊലകൾ മുഴുവനായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. നാലാമത്തെ ആൾ. അഞ്ചാമത്തെ ആൾ പറഞ്ഞു, എന്തിനാണ് എല്ലാ കൊലകളും പറിച്ചെടുക്കുന്നത്, നമുക്ക് ആവശ്യമായത് മാത്രം മുകളിൽ കയറിയിട്ട് പറിച്ചെടുത്താ പോരെ എന്ന് ചോദിച്ചു. ആറാമത്തെ ആൾ പറഞ്ഞു, എന്തിനാണ് മുകളിൽ കയറുന്നത്, താഴെ തന്നെ ഒരുപാട് പഴങ്ങൾ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ട്, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കയ്യെത്ത ദൂരത്ത് തന്നെ ഒരുപാടുണ്ട്, അത് കഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ട് ആദ്യം നമ്മൾ ഇത് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഈ 6 ആളുകളുടെയും മെന്റൽ സ്റ്റേറ്റ് എന്താണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. നമ്മൾ ഇതിൽ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം പറഞ്ഞ ആളെ അതായത് നമുക്ക് ആവശ്യമായത് എടുക്കണമെങ്കിൽ നമുക്ക് ഈ മരം മുഴുവനും, ഈ ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ മരം മുഴുവനും മുറിച്ചു കളയാമെന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ള ആൾ.